സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് മതിൽ കെട്ടി അടച്ചതോടെ തിരുവനന്തപുരം വിതുര കൊപ്പം തടിമില്ല റോഡ് ഇപ്പോൾ ചെളിക്കുളമായിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശവും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രധാന റോഡിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് മറികടക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. വിതുര പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ല എന്നാണ് അവിടുത്തെ ആളുകളുടെ ആരോപണം. വിതുര പാലോട് റോഡിൽ കൊപ്പത്താണ് ചെളിവെള്ളക്കെട്ട്. പ്രധാന റോഡിൽ നിന്നും ചെറുതായി താഴ്ന്നും അല്പം കയറ്റത്തിലേക്ക് മാറുന്ന തരത്തിലാണ് റോഡ്. ഇവിടെ മഴ കനത്തത് മുതൽ ചെളിവെള്ളക്കെട്ടാണ്. നല്ല മഴ പെയ്താൽ അരയോളം വെള്ളം പൊങ്ങും. റോഡിനോട് ചേർന്നുള്ള വീടുകളിൽ വെള്ളം കയറുന്നത് ഇതോടെ പതിവായി. ഈ വീടിൻ്റെ പുറകുവശത്തുകൂടെയായിരുന്നു പെയ്ത്ത വെള്ളം നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത്. 4 മാസം മുമ്പ് താഴെയുള്ള വീടുകൾ മതിൽ വെച്ചടച്ചതോടെ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ മഴ പെയ്യുമ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം ഇറങ്ങിച്ചെല്ലുന്നത്. അത് മാത്രമല്ല, ഇതിനപ്പുറത്ത് കുറച്ച് വീടുകളുണ്ട്. അവർക്ക് ഇതുവഴി നടന്നു പോകാനും വാഹനങ്ങളിൽ പോകാനൊക്കെ വളരെ പ്രയാസമാണ്. ഈ വെള്ളം ഇതിലേ പോകാനായിട്ട് ഒരു ചാല് ഉണ്ടായിരുന്നു. ആ ചാല് താഴോട്ടുള്ള ആൾക്കാർ കെട്ടിയടച്ച് ഇപ്പം ഞങ്ങളെ വീട്ടിനകത്ത് വെള്ളം വന്ന് കയറി ഞങ്ങൾ കിടക്കാൻ നിവർത്തിയില്ല. ഇപ്പം ഈ മതിലും ഈ വീടും അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. വില്ലേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, RDA കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡെപ്യൂട്ടി കളക്ടറേറ്റിലേക്ക് മാറ്റും. റോഡിൽ നിന്നും വെള്ളം വിവിധ സ്വകാര്യ പുരയിടങ്ങളിലൂടെ ഒഴുകി 200 മീറ്ററോളം അകലെ ഇറയങ്കോട് തോട്ടിലാണ് പതിച്ചിരുന്നത്. എന്നാൽ ഇതിലൊരു പുരയിടത്തിലുള്ളവർ കോൺക്രീറ്റ് മതിൽ കെട്ടി ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെയാണ് തടിമില്ല റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും ഗുണമുണ്ടായില്ല. കിടപ്പ് രോഗികളുണ്ട്. ഞങ്ങളിൽ അധികം പേര് സുഖമില്ലാത്തവരാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ രോഗികളാണ്. ഞങ്ങൾക്കിതുവഴി വണ്ടി വിളിച്ച് വരാൻ വണ്ടി ഇറങ്ങില്ല, ഓട്ടോക്കാരിറങ്ങില്ല. ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഏപ്രിൽ 23-ാം തീയതി പഞ്ചായത്തിൽ പരാതിപ്പെട്ടു. അവിടെ നിന്ന് RDOയ്ക്ക് പോയി, കളക്ടറേറ്റിൽ പോയി, എല്ലായിടത്തും പരാതി പോയി. RDO പഞ്ചായത്ത് ഓഫീസിലത്തേക്ക് ഇതിന് റെമഡി കാണുന്നതിനുള്ള ഓർഡറും കൊടുത്തു. പഞ്ചായത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇതുവരെ അനങ്ങിയിട്ടില്ല. RDOയ്ക്ക് നൽകിയ പരാതിയിൽ പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം വേണമെന്നും താൽക്കാലികമായി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം നീക്കണമെന്നും പഞ്ചായത്തിനോട് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ വെള്ളക്കെട്ട് മറികടന്ന് വേണം നാട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പരാതി നൽകിയെന്ന് അവർ പറയുന്നുള്ളൂ. പക്ഷേ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്. നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. നേരത്തെ ഇവിടെ വരുന്ന വെള്ളം താഴെ ചാലുണ്ടായിരുന്നു, അങ്ങനെ ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ കെട്ടിയടച്ചതാണ് ഈ വെള്ളം താഴോട്ട് പോകുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞല്ലോ, ഇതുപോലുള്ള കൊച്ചു കുട്ടികളാണ് ഇതിലെ നടന്നു പോകുന്നത്. അവർക്കൊന്നും സഞ്ചാര സ്വാതന്ത്ര്യം ശരിക്കും നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും പഞ്ചായത്ത് പൈപ്പിട്ട് ഇതിലെ വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ആ പഞ്ചായത്ത് പൈപ്പ് വരെ അടച്ചു വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് താഴത്തെ പൂർവ്വസ്ഥിതി നിലവിൽ വരുത്തുക. ഇതിൽ ഒഴുകിക്കൊണ്ട് എങ്ങനെയാണോ അതുപോലെ നമുക്ക് പിന്നെ ഇനിയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കാൻ സമ്മതിക്കുക. അതാണ് പഞ്ചായത്ത് ചെയ്തു തരേണ്ടത്. പഞ്ചായത്തിന് ഫണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളാവും ചെയ്തു വരുമ്പോൾ. അതൊക്കെ ഞങ്ങളെ വെറുതെ സമാധാനിപ്പിക്കാനുള്ള ഒരു പോംവഴിയായിട്ടാണ്, അത് ഒരു ഇഷ്ട വാഗ്ദാനങ്ങളായിട്ടാണ് അവരത് കാണുന്നത്. പക്ഷെ ഞങ്ങൾ പരാതിപ്പെടുന്ന ആരും ഇവിടെ വന്നൊന്നും നോക്കാൻ പോലും തയ്യാറില്ല. നമുക്ക് വ്യക്തമായിട്ടറിയാം, പഞ്ചായത്തുകാരിട്ട് ഒരു പൈപ്പ് ആ പോസ്റ്റിൻ്റെ അവിടെ തൊട്ട് ആ വീട്ടിൻ്റെ ബാക്ക് വരെ ഉണ്ട്. അവിടെ നിന്ന് വേറെ പൈപ്പ് കണക്ട് ചെയ്ത് താഴോട്ടിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പഞ്ചായത്തുകാർ അതിന് അനങ്ങുന്നില്ല. പഞ്ചായത്തുകാരെ അവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവിടെ ബിൽഡിങ്ങിനുള്ള പെർമിഷനും കൊടുത്തതല്ലാതെ പഞ്ചായത്തുകാർ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല ഒരു സെക്രട്ടറി, ഒരു കാര്യം വന്നാൽ ഒരു സ്ഥലം വന്ന് സന്ദർശിക്കാമല്ലോ, അതിന് പോലും അവർ തയ്യാറല്ല. അപ്പോൾ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിജു ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പരിപാടിയുടെ പേര് മാറ്റണം, കാരണം അടിക്കടി പൊതുജനം കഴുതയല്ല സാർ എന്ന് പറയുന്നുണ്ട്. കാണുന്ന പരിപാടി മുഴുവൻ പൊതുജനം കഴുതയായത് കൊണ്ട് ആണ് എന്നാണ് റിജു ഒരു അഭിപ്രായമായി ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്.